ഞാൻ വായിച്ച രണ്ടാം ഊഴം എന്ന പ്രശസ്ത നോവലിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. മഹാഭാരത കഥയ്ക്ക് മറ്റൊരു പരിവേഷം നൽകിയിരിക്കുകയാണ് ഈ നോവലിന്റെ ശില്പിയായ ശ്രീ MT വാസുദേവൻ നായർ. കഴിവുണ്ടായിട്ടും സമൂഹത്തിൽ നിന്നും രണ്ടാമനായി തഴയപ്പെടുന്നവന്റെ ശബ്ദം MT രണ്ടാം ഊഴത്തിലൂടെ പറഞ്ഞു വെക്കുന്നു. പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമൻ തന്റെ ആത്മകഥ പറയുന്ന ശൈലിയിലാണ് നോവൽ പുരോഗമിക്കുന്നത്. ദൈവിക പരിവേഷങ്ങളൊന്നുമില്ലാതെ പ്രണയവും മോഹവും കാമവും ദുഃഖവും വൈരാഗ്യവും കീഴടക്കിയ ഒരു പച്ച മനുഷ്യനായി ഭീമൻ പ്രത്യക്ഷപ്പെടുന്നു. രണ്ടാം ഊഴത്തിൽ ഭീമന് ശേഷം ഏറ്റവും ശക്തനായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഘടോത്കചനാണ്. ഭീമന് ഹിഡുംബി എന്ന കാട്ടാളത്തിൽ പിറന്ന വന്യപുത്രൻ. മഹാഭാരത യുദ്ധത്തിൽ ഘടോത്കചൻ തന്റെ വന്യസേനയ്ക്കൊപ്പം കൗരവസേനയ്ക്ക് നേരെ നടത്തിയ ഗംഭീരമായ യുദ്ധമുറകൾ ഏവരെയും അത്ഭുതത്തിലാഴ്ത്തുന്നതാണ്. എങ്കിലും ഘടോത്കചന്റെ മരണം ആഘോഷമാക്കി മാറ്റാനുള്ള യാദവൻ കൃഷ്ണന്റെ തീരുമാനം ഭീമനെ സങ്കടത്തിലാഴ്ത്തുന്നു. കാട്ടാളൻ, ബ്രാഹ്മണ ശത്രു എന്നീ പ്രയോഗങ്ങളിലൂടെ ജാതീയതയുടെ ഉച്ച നീചത്വങ്ങൾ അന്നു തൊട്ടേ ഉണ്ടായിരുന്നുവെന്ന് വളരെ വ്യക്തമായി MT വരച്ചു കാട്ടുന്നു. ദ്രൗപദിയുടെ പാതിവൃത്യത്തിനായി കീചകരോട് മല്ലടിച്ചത് യുധിഷ്ഠിരനോ മഹാപരാക്രമി എന്ന് രോഗം വാഴ്ത്തുന്ന അർജുനനോ ആയിരുന്നില്ല. അതികായനും അത്യന്തം ലോലഹൃദയനുമായ ഭീമസേനനാണ്. നോവലിന്റെ അവസാന ഭാഗത്തിൽ മറ്റൊരു പരിവേഷത്തിൽ ഭീമനെ നാം കണ്ടുമുട്ടുന്നു. മഹാപ്രസ്ഥാനത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട പാണ്ഡവർ യുധിഷ്ഠിരൻ മുതൽ ദ്രൗപദി വരെ വരിവരിയായി നടന്നു. മഹാപ്രസ്ഥാനത്തിനിടയ്ക്ക് തിരിഞ്ഞു നോക്കരുതെന്നാണ്. എങ്കിലും മുല്ലപ്പൂ സുഗന്ധത്തിന്റെ വീഴ്ച ഭീമൻ അറിയുന്നു. ദ്രൗപദി വീണുപോയിരിക്കുന്നു എന്ന ഭീമന്റെ വാക്കുകളിൽ പത്നി സ്നേഹം വ്യക്തമാണ്. തന്റെ മടിയിൽ കിടന്നു മരിച്ച ദ്രൗപദിയെ വിട്ട് കാട്ടിൽ തനിക്കായി അലയുന്ന ഏതോ കറുത്ത സുന്ദരിയെ തേടി ഭീമൻ ഇറങ്ങിത്തിരിക്കുന്നു. പാണ്ഡവകുലത്തെ ചുട്ടരിച്ച അശ്വത്ഥാമാവിന്റെ അന്ത്യം തന്റെ കൈകൊണ്ടെന്നുറപ്പിച്ച് ഇറങ്ങിത്തിരിക്കുന്നിടത്ത് രണ്ടാം ഊഴം എന്ന നോവൽ അവസാനിക്കുന്നു. കഥോചിതമായ ചിത്രങ്ങളിൽ സമ്പന്നമാണ് രണ്ടാം ഊഴം എന്നീ നോവൽ. ഈ ചിത്രങ്ങൾക്ക് ചൈതന്യം പകർന്നതാകട്ടെ ശ്രീ KM വാസുദേവൻ നമ്പൂതിരി അഥവാ ആർട്ടിസ്റ്റ് നമ്പൂതിരി. കേരളത്തിലെ പ്രശസ്തനായ ചിത്രകാരനും ശില്പിയുമായ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വരകൾ വളരെ ജനപ്രിയമാണ്.